എടാ സുരേഷേ, ഒരു വലിയൊരു വാർത്തയുണ്ട്, അറിയാം എനിക്ക്. ചിറ്റാരിക്കാലിനടുത്ത് അതിരുമാവുന്ന സ്ഥലമുണ്ടോ അറിയില്ലേ? അവിടെ ഒരു പള്ളി ഉണ്ട്, അറിയോ? അതറിയാം, അങ്ങുള്ളിൽ തന്നെ. അത് കുറേ ഉള്ളു കേട്ടോ. ഞാൻ അയാളൊക്കെ പോയിട്ട് ഒരു പള്ളിയിലെ ബൈക്ക് അതുകൊണ്ടായി പ്രശ്നം കൂടെ ഉണ്ടായി എനിക്ക് തോന്നുന്നു. അവിടുത്തെ വികാരി ഉണ്ടല്ലോ, ഒരു ചെറുക്കനെ പീഡിപ്പിച്ചിട്ട്, 16 വയസ്സുള്ള ഒരു ചെറുക്കനെ പീഡിപ്പിച്ചിട്ട്, പീഡിപ്പിച്ചത് അത് പേടിപ്പിക്കലാണ് സത്യം പറഞ്ഞാല്. വികാരം വന്നു, സ്വാഭാവികം. അതായത് എന്നാന്നറിയാമോ, ഈ ഒരു പണിയില്ലാണ്ട് ഇരുന്ന് തിന്നുമ്പോ ഉണ്ടാകാതെ തീൻകുത്തൽ എന്ന് പറയുന്നത്. അങ്ങനെ എന്നാ എല്ലാവർക്കും. പക്ഷെ ഗോവിന്ദേട്ടന് വികാരിനെ മാത്രം പറയല്ല, മദ്രസ അധ്യാപകരുടെ മോശം. മദ്രസ അധ്യാപകരുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാഴ്ചയിൽ ഒരു വാർത്തയെങ്കിലും ഉണ്ട്. ഉണ്ടല്ലേ? അത് പറയുമ്പോൾ കൊണ്ട് ആവേശം നോക്കണം. സത്യമല്ലേ ഇത്? സാമിയാറ മോശം. ഇത് ഓരോന്നോരോന്നായി പറയേണ്ട ആവശ്യമില്ല. മിക്ക വിഭാഗത്തിലും ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞില്ലേ സാമാന്യവൽക്കരിക്കണം. അങ്ങനല്ല, അത് ശരിയല്ല. അത് ശരിയല്ല. ചെയ്തോനെ ചെയ്തു എന്ന് പറയണം. ഇതിപ്പോ ആണുങ്ങളെ പീഡിപ്പിച്ച കേസല്ലേ പറഞ്ഞുള്ളൂ. അതന്നെ ഞാൻ പറഞ്ഞത്. ഇതിപ്പോ കഴിഞ്ഞ പ്രാവശ്യം കൊട്ടൂര്, ആ കൊട്ടൂരത്തെ കേസ് എവിടെ എത്തി? എങ്ങും എത്താതെ അവസാനം അച്ഛൻ കെട്ടാന്ന് പറഞ്ഞു. അപ്പൊ പെങ്കൊച്ചിന്റെ പക്ഷെ അത് അച്ഛൻ കെട്ടാന്ന് പറഞ്ഞ എല്ലാടെ വിഷയം ഉണ്ടായിനി. കോടതി പോക്സോ കേസ് സമ്മതിക്കൂല. അതിന് മൊഴി മാറ്റി പറഞ്ഞാല് കേസല്ല ഇപ്പൊ ഇവിടെ പറയുന്നത്, ആൺകൊച്ചിന്റെ കേസാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇയാൾക്ക് ആ നാട്ടിൽ എത്ര പെണ്ണുങ്ങളുണ്ടോ? ബ്രഹ്മചര്യം അനുഷ്ഠിക്കണമെന്നാണ് സ്വാമിമാർക്കും മറ്റേ അച്ഛന്മാർക്കും എല്ലാം പറയുന്നത്. പിന്നെ മുക്രിമാർക്ക് അത് പറയുന്നില്ല. അങ്ങനെ ബ്രഹ്മചര്യം അവർ പണി ചെയ്യാം. ഇത് ഒരു തരം എന്താ പറയണ്ട, ഒരു മാനസിക പ്രശ്നമാണ്. ഇത് മാനസിക വിഭ്രാന്തിയാണ്. ഭാര്യമാരിലെ ആൾക്കാർ ഇതൊക്കെ പോതില്ലേ. പക്ഷെ അന്ന് നിങ്ങൾ ഇങ്ങനെയുള്ളവരെല്ലാം മാനസിക രോഗിയായിട്ട് അത് വിഷയമല്ല. മാനസിക വിഭ്രാന്തി എന്ന് പറഞ്ഞാൽ ഭ്രാന്തനായിട്ടല്ല കണക്കാക്കില്ല, സൈക്കിൾ ഡിസോർഡറാണ്. ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ചങ്ങായി ഉണ്ട്, മറ്റേ എവിടെ പോയാലും പോയി ഒളിഞ്ഞു നോക്കുന്നത്, കുളിമുറിയിൽ പോയി ഒളിഞ്ഞു നോക്കുക, എന്നിട്ട് കയറ്റി ചാടിയിട്ട് കേട്ടില്ലേ, കിണറ്റി ചാടി, എന്നിട്ട് ഫയർഫോഴ്സ് വന്ന് എടുത്തിട്ട് ആ ഫയർഫോഴ്സ് വന്നിട്ട് ചില ഓനെ മേടിച്ചു. അങ്ങനെയുള്ള ആളും മറ്റേ മോഹൻലാലിന് പറ്റിയ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതല്ല ഇതിന്റെ ഏറ്റവും വലിയ വിഷയം എന്താണെന്നറിയോ? ഇത്തരം കേസുകളുടെ ഇപ്പൊ പോക്സോ കേസൊക്കെ വലിയ കേസായിരുന്നു. പക്ഷെ നമ്മൾ ഈ പോക്സോ കേസ് ഇപ്പൊ ശിക്ഷിക്കുന്നല്ലാണ്ട് ഒരു ഇത് എപ്പൊക്കെ അത് എങ്ങനെയെങ്കിലും കോംപ്രമൈസ് ആക്കിയിട്ടുണ്ടാവും. ഇതാണ് ഇതിന്റെ പ്രശ്നം. ഒളിവിൽ പോയി കഴിഞ്ഞാൽ അയാൾക്ക് ഹൈക്കോടതി ജാമ്യം കൊടുക്കൂലേ? അതല്ല മാത്രം, അതല്ല മാറാനുണ്ട് നിയമമല്ല ചേട്ടാ, അതിനകത്ത് പ്രശ്നമില്ല. ഞാൻ എന്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയട്ടെ. ഇവര് ഇപ്പം പള്ളിയിലച്ഛനാണെങ്കിലും സ്വാമിമാരാണെങ്കിലും മുക്രിമാരാണെങ്കിലും ഇവരെ സംരക്ഷിച്ചുകൊള്ളും മറ്റുള്ളവരെന്നുള്ള ഒരു ധാരണയുണ്ട്. അവരെ സംരക്ഷിക്കുന്ന ഒരു സമൂഹമുണ്ട്. അത് മാറണം. അവരെ തന്നെ രാഷ്ട്രീയക്കാർക്ക് ഇഷ്ടമുള്ള സംഭവമാണല്ലോ. ഇവൻ സാധാരണക്കാരൻ പറയുന്ന ഒരു വാക്കുണ്ട്, എന്നാ പിന്നെ ഇവൻ എന്തിനു ഈ പണിക്ക് പോകുന്നത്? കല്യാണം കഴിച്ചോളൂ. അതാണ് എന്റെ വസ്തുത. കത്തോലിക്കൊക്കെ മാത്രമേ പ്രശ്നമുള്ളൂ, വേറെ ആർക്കും പ്രശ്നമില്ലല്ലോ. ഇവനെ നിർബന്ധിച്ചിട്ട് പറയുന്നില്ല, നീ പോയിട്ട് അങ്ങോട്ട് ഉണ്ടാക്കുന്ന സമൂഹം ഉണ്ടാക്കുന്നില്ല. പക്ഷെ ഇത് എന്തിന്? പക്ഷെ ഇതിൽ വേറെ എന്തൊക്കെയോ ബെനിഫിറ്റുകളുണ്ട്. അല്ല ഇപ്പൊ കണ്ടില്ല, നമ്മളെ ഈ പിന്നെ പലതൊന്നും കേട്ടില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒന്നും ഇല്ല തോന്നുന്നു. പല നാട്ടിൽ നമ്മൾ കേട്ടില്ല, ഈ പിന്നെ നന്നായി പഠിക്കാൻ വേണ്ടിയിട്ട് ഇവരെ കൂടുതൽ കൂടിക്കഴിഞ്ഞാല് പിന്നെ കോളേജിൽ പോയിട്ട് ഈ പഠിക്കാം, പിന്നെ ജോലി കിട്ടും. അതിനെന്തില്ല, ഇവിടെ MA വരെ അച്ഛനാകുമ്പോ പോയിട്ട് പഠിച്ചിട്ട് ബാങ്ക് മാനേജർ അയാൾ നമ്മുടെ നാട്ടിലുണ്ട്. ഉണ്ട്. അത് ഇതുമായിട്ട് നമ്മുടെ നാട്ടിലെ ഡിപ്പ് കിട്ടാൻ വേണ്ടി പോകുന്നവർ. അതും ശരിയല്ല. ഞാൻ പറഞ്ഞേക്ക്, സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്നവർ പോകുന്നുണ്ട്. അതായത് നമ്മളൊരു അച്ഛനായിട്ട് അല്ലെങ്കിൽ അതുപോലുള്ള ബ്രഹ്മചാരിയുമായിട്ട് നിൽക്കുന്ന ആൾക്കാർ അങ്ങനെ ബ്രഹ്മചാരിയെ നോക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഈ പണിക്ക് ഇറങ്ങാൻ പാടില്ല. പണ്ട് ഇതൊന്നല്ല, നമ്മളൊരു വീട്ടിൽ ഒരു അച്ഛൻ ഉണ്ടെങ്കിൽ ആ കുടുംബത്തിന് ഭയങ്കര പേരാണ്. അച്ഛനുള്ളൊരു കല്യാണം ആലോചിക്കുമ്പോ തന്നെ പറയാം, അത് അച്ഛന്മാരുള്ള കുടുംബമാണെന്ന് പറയാം. അതിനൊരു പവർ തന്നെയുണ്ട്. പക്ഷെ ഇപ്പൊ അതൊന്നും അല്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ അതിൽ എന്തെല്ലോ ആയി തീർന്നു. കാരണം പിന്നെ നമ്മ പറയുന്നത് ആ ചെക്കൻ പറഞ്ഞത് കൊണ്ട് ഇതറിഞ്ഞു. ഇങ്ങനെ എന്തൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ട്. അതെ, ഈ പോക്സോ കേസുകളിൽ സാധാരണ നമ്മൾ ന്യായീകരിക്കല്ല, പിന്നെ സാധാരണ ഇതിൽ വരുന്ന പറഞ്ഞാൽ ഈ ചില വൈരാഗ്യങ്ങൾ, ചില വെറുപ്പുകൾ, അല്ലെങ്കിൽ ചില പിന്നെ ഒരാളെ അതുകൊണ്ട് ഉണ്ടായിരുന്നു.
ഇടക്കാലത്തല്ലേ അതിന് കോടതി ഒരു വിധി വന്നിട്ടുണ്ട്. പെണ്ണുങ്ങള് ഒരാളെ കുടിക്കുന്നത് ഇതേപോലെ സ്വന്തം മോനെ അതിന് കോടതി വിധി മോളെ വന്നിട്ടുണ്ട്. ഉപയോഗിച്ചിട്ട് കുടിക്കാനില്ലേ കേസില്? കോടതി വിധി സ്വന്തം മോൻ എന്നെ ബലാത്സംഗം ചെയ്ത് പറഞ്ഞിട്ട് പിന്നെ കുടിക്കാറില്ലേ? ഉണ്ട്. ഭർത്താവ് മോളെ ബലാത്സംഗം ചെയ്ത് തന്നെ കുടിക്കാതെ നമ്മളെ നാട്ടിലുണ്ട്. നമ്മളെ നാട്ടിലുണ്ട്. അതുണ്ടാവും. അതല്ല, പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് അങ്ങനെയുള്ള മറ്റുള്ളവരെ തേജോവധം ചെയ്യുന്ന പ്രശ്നങ്ങളുണ്ട്. അതാ പറഞ്ഞ 2 തട്ടിലുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ ധൈര്യം വരുന്നത് ഒരു പറ്റം ആൾക്കാരല്ലേ, കുറച്ച് ആൾക്കാർ എന്നെ സമൂഹമല്ല, കുറച്ച് ആൾക്കാർ. ആ സമൂഹത്തിന് എല്ലാവരും പറയാൻ പറ്റില്ല. കുറച്ച് ആൾക്കാർ നമ്മളെ സംരക്ഷിക്കുന്ന ആ തോന്നലാണ്. ആ തോന്നലില്ലാതായ തന്നെ കുറച്ച് പ്രശ്നങ്ങളും. അല്ല, ഈ സംരക്ഷണം കാരണം എന്താ വെച്ചാൽ ഇതിന് ഇവർക്കെല്ലാം ഒരു ചട്ടക്കൂടുണ്ട്. ചട്ടക്കൂട് സഹായിക്കാനുണ്ട്. കാരണം അത് അവരുടെ സമൂഹത്തിന്റെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ്. അവരുടെ സംരക്ഷിക്കപ്പെട്ടേ പറ്റൂ. അത് എല്ലാ സമൂഹത്തിലും ഉണ്ട്, എല്ലായിടത്തും. പക്ഷെ നമുക്ക് അവസാനിപ്പിക്കണം. ഇത്തരം സംഭവങ്ങള് ആവർത്തിക്കാതിരിക്കാൻ ഗവൺമെന്റും അതുപോലെ നാട്ടുകാർ വെക്കണം. ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കണക്ക് കേസെടുക്കൽ മാത്രമേ അവർക്ക് നിയമത്തിന്റെ നാട്ടുകാരുടെ ഒരു വഴിയുണ്ട്, അതും കൂടി ഇതിനകത്ത് ഉപയോഗിക്കണം. നാട്ടുകാരെ വഴി പറഞ്ഞ പത്രം അടിക്കേണ്ട കാര്യം നീ പറയുന്നത്. അത്രേ ഉള്ളൂ. അറിഞ്ഞോ, ആഴ്ചയിൽ 500 രൂപ വീതം ഫീസ് അടച്ചുകൊണ്ട് നേഴ്സാകാം. 100% ജോലി ഉറപ്പോടുകൂടി. 1/4 നൂറ്റാണ്ടിന്റെ വിജയത്തിളക്കവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ. പഠനത്തോടൊപ്പം തന്നെ ജോലി നൽകുക എന്നത് ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. പ്രവേശന സമയത്തെ അഡ്മിഷൻ ഫീസ് മാത്രം. 100% പ്രാക്ടിക്കലോടുകൂടി ഓൺലൈനായും പഠിക്കാം. അഡ്മിഷൻ തുടരുന്നു. 2 വർഷത്തെ നഴ്സിംഗ് ആൻഡ് ലാബ് ടെക്നീഷ്യൻ കോഴ്സുകളും 1 വർഷത്തെ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകളും ഇവിടെ ലഭ്യമാണ്. സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ. ഫോൺ നമ്പർ 9446007032 9947771550 860689797907.